എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറെ സ്റ്റോറീസ്, ഇൻസിഡൻസ് ഒക്കെ നമ്മൾ കേൾക്കുന്നവരാണ്. ഈ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് എല്ലാം പലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യാനായിട്ട് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അങ്ങനെയുള്ള ഒരു പിടി സ്റ്റോറീസും ഇൻസിഡൻസും നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കൂടിയാണ് ഞാൻ ഈ ചാനലിലൂടെ ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കലേ ഒരു മാന്യനായ വ്യക്തി, അദ്ദേഹം ഒരു എലിഫന്റ് ക്യാമ്പിലൂടെ നടന്നു പോവുകയായിരുന്നു. പോകുന്ന സമയത്ത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച എന്താണെങ്കിൽ, അവിടെ നിൽക്കുന്ന ആനകൾ, ആന എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ഭീമാകരമായ ഒരു ജീവിയാണ്. അത്രയും വലുപ്പമുള്ള ഒരു ജീവിയെ ബന്ധിക്കാനായിട്ട് അവർ കെട്ടിയിരിക്കുന്നത് കാലുകളില് ചെറിയൊരു കയറാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കയറ്. പക്ഷെ ആനയ്ക്ക് വേണമെങ്കിൽ ആഗ്രഹിച്ചാൽ ഒന്ന് വലിച്ചു പൊട്ടിക്കാവുന്നതേ ഉള്ളൂ. അവയ്ക്ക് പ്രത്യേകമായ ഇരുമ്പുകൾ ഇട്ടിരിക്കുന്ന കൂടുകളില്ല, ചങ്ങലകൾ ഇട്ടിട്ടില്ല. കെട്ടിയിരിക്കുന്നത് ഒരു കയർ കൊണ്ട് മാത്രം. അദ്ദേഹത്തിന് അത്ഭുതമായി, എന്തുകൊണ്ട് ഈ ആനകൾ അവയുടെ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഈ കയർ പൊട്ടിച്ച് എന്തുകൊണ്ട് പുറത്തേക്ക് ഓടി ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല എന്നതായിരുന്നു അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ കാര്യം. അദ്ദേഹം ഒരുപാട് ആകാംക്ഷയോട് കൂടി, ഒപ്പം തന്നെ ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നി അദ്ദേഹം അവിടെ നിന്ന എലിഫന്റ് ട്രെയിനർ ഉണ്ടായിരുന്നു. ആ ട്രെയിനറിന്റെ അടുത്ത് പോയി ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ആനകള് ഈ കയറ് പൊട്ടിച്ച് ഓടിപ്പോകാത്തത്? ഉടനെ ട്രെയിനർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ആനകളൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് അവയുടെ കാലിൽ കെട്ടിക്കൊടുത്തത് ഇതേ വലുപ്പമുള്ള ഇതേ കയറുകൾ തന്നെയായിരുന്നു. അന്നത്തെ സമയത്ത് അതിനെ തടഞ്ഞു നിർത്താനായിട്ട് ആ കയറുകൾ പര്യാപ്തമായിരുന്നു. അന്ന് പലപ്പോഴും ആനക്കുട്ടികള് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പൊട്ടിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ അത് പൊട്ടിക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ പതിവായി ശ്രമിച്ചിട്ട് രക്ഷപ്പെടാൻ പറ്റാതെ ആയപ്പോൾ അവർ ആ ശ്രമം ഉപേക്ഷിച്ചു. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞ് അവ വളർന്നു വലുതായി ഇത്രയും സ്ട്രെങ്ത് വന്നിട്ടും പിന്നീട് അവ അത് പൊട്ടിക്കാനുള്ള ശ്രമം തന്നെ ഉപേക്ഷിച്ചു. കാരണം ഇപ്പോഴും അവർ ചിന്തിക്കുന്നത് ഈ കയറ് പൊട്ടിക്കാൻ സാധിക്കില്ലെന്നാണ്. അപ്പൊ ഓൾറെഡി അവരെ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു തങ്ങൾക്ക് ഇത് പൊട്ടിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഇപ്പോ അവയ്ക്കുള്ള സ്ട്രെങ്ത് ഉണ്ട്, കയറ് വേണമെങ്കിൽ പൊട്ടിക്കാം. പക്ഷെ എങ്കിലും അവരുടെ മനസ്സിൽ ഉറച്ചു പോയൊരു വിശ്വാസം തന്നെ കൊണ്ട് സാധിക്കില്ല. ആ വിശ്വാസമാണ് ആ ചെറിയ കയറുമ അവരെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. അത് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിലോ മറ്റുള്ള പല സാഹചര്യങ്ങളിലൊക്കെ പലപ്പോഴും ശ്രമിച്ചിട്ട് പറ്റാതിരിക്കുന്ന കാര്യം, ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള സൊസൈറ്റി ആയിരിക്കാം, നമ്മുടെ സമൂഹം, ലോകം നമ്മളോട് പറയും നിന്നെ കൊണ്ട് സാധിക്കില്ല. നമ്മൾ പലപ്പോഴും ശ്രമിച്ചപ്പോൾ പരാജയപ്പെട്ടതായിരിക്കും. അപ്പോൾ നമ്മൾ ഉറപ്പിച്ചു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, എന്നെ കൊണ്ട് കഴിയില്ല. അങ്ങനെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പല വിശ്വാസത്തെയും നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട്, നമ്മുടെ അനുഭവ സമ്പത്ത് കൊണ്ട് പലപ്പോഴും വളർന്നു വലുതായി വരുമ്പോൾ നമുക്ക് ഇവയെല്ലാം തകർത്തുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ പലപ്പോഴും സാധിക്കുമായിരുന്നു. പലപ്പോഴും പക്ഷെ അത് സാധിക്കാത്തതിന് കാരണം ഈ ചങ്ങലകളാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, ഈ ചങ്ങലകളെ പൊട്ടിക്കുക, ഈ കയറുകളെ പൊട്ടിക്കുക, നിങ്ങൾക്ക് എന്തും സാധ്യമായിരിക്കും. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.